ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബാലസ്റ്റ് റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെ ബില്ല് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഇപ്പം ഒരു റെസ്റ്റോറൻറ്റ് ഒരു ഫാമിലി വന്നു. ആ ഫാമിലി ഒരു 1-2 ഐറ്റം ഓർഡർ ചെയ്തു. ആ ഓർഡർ ചെയ്ത് അത് KOT കൊടുക്കുന്നു. KOT കൊടുത്ത് തിരിച്ച് ബില്ലിലോട്ട് പോകുന്നവരെയുള്ള കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് പറയാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം ഒന്ന് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് POS ബില്ലിംഗ് എടുക്കുന്നു. ഇവിടെ POS ബില്ലിംഗ്. ഓക്കെ, ഇവിടെ നമ്മൾ ടേബിൾ നമ്പർ 4 സെലക്ട് ചെയ്യുന്നു. ടേബിൾ നമ്പർ 4 സെലക്ട് ചെയ്തതിന് ശേഷം അവരിപ്പോൾ ആദ്യം നമുക്ക് ഓർഡർ എടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനകത്ത് പുട്ട്. ഈ പുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഐറ്റം ഒരു ക്വാണ്ടിറ്റി എൻ്ററടിച്ചു ലോഡ് ചെയ്യും. രണ്ടാമത് ഇഡ്ഡലി എന്ന് പറയുന്ന ഈ ഐറ്റം അതൊരു 3 ക്വാണ്ടിറ്റി കൊടുത്തു എൻ്ററടിച്ചു. അതിനുശേഷം ഇവർ കറി എന്ന് പറയുന്ന ഇത് സെലക്ട് ചെയ്തു. അവിടെ കടലക്കറി എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം സെലക്ട് ചെയ്തു, ഒരു ക്വാണ്ടിറ്റി. അതിനുശേഷം ഇവിടെ ടൊമാറ്റോ കറി ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ ഈ 4 ഐറ്റം കൂടെ നമ്മളിപ്പോൾ പ്രിന്റ് KOT കൊടുക്കുകയാണ്. ഇവിടെ പ്രിന്റ് KOT കൊടുക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ആവും. ഓക്കെ, ഞാൻ ഇവിടെ പ്രിന്റ് KOT കൊടുക്കുകയാണ്. പ്രിന്റ് KOT ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അത് KOT പ്രിൻ്റായി. അപ്പോൾ നമ്മളിപ്പം ഇത് കണ്ടു. ഇതിനകത്ത് ഇപ്പം ഈ ഡാഷ്ബോർഡിൽ നമുക്കിപ്പം ഡൈനിങ്ങിനകത്ത് ഇവിടെ ടേബിൾ നമ്പർ 4 ഇവിടെ നമുക്ക് കാണാം. ഇത് ഒക്യുപ്പൈഡ് ആണ്. ഇപ്പോൾ കണ്ടോ, ടേബിൾ നമ്പർ 4 ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഓർഡറാണ് ഈ കാണുന്നത്. ഈ ഓർഡറിനകത്ത് ഈ 4 ഐറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവരുടെ പറയുകയാണ്, വെയിറ്റർ എടുത്ത് പറയുകയാണ് ഇപ്പം 2 ചായ വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ഓർഡർ സെലക്ട് ആയി കിടക്കുകയാണ്. അതിനുശേഷം താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ഐറ്റം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ആ സെയിം ടേബിളിലോട്ട് വീണ്ടും ഐറ്റം നമുക്ക് ലോഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡ്രിങ്ക്സ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിക്കകത്ത് ടീ എന്ന് പറയുന്ന നമ്മൾ ഈ ഒരു സെക്ഷൻ ഈ ഒരു ഐറ്റം നമ്മൾ സെലക്ട് ചെയ്തു. അത് 2 ക്വാണ്ടിറ്റി കൊടുത്തു എൻ്ററടിച്ചു. അപ്പോൾ നമുക്ക് ടീ എന്ന് പറയുന്ന ഐറ്റം വന്നു. അതിനുശേഷം നമ്മൾ പ്രിന്റ് KOT കൊടുത്തപ്പോഴേക്കും അത് KOT പ്രിൻ്റായി. ഇപ്പോൾ നമുക്ക് ആ ടേബിൾ നമ്പർ 4 എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് 5 ഐറ്റം നമുക്ക് കാണാം. ടീ ലാസ്റ്റ് നമുക്ക് കാണാം. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഒക്കെ 185 രൂപ എന്ന് പറഞ്ഞാൽ കൂടെ കാണാം. അതിനുശേഷം നമ്മുടെ പ്രിന്റ് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ബില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമേ ഇവിടെ നമുക്ക് ക്യാഷ്, UPI കാർഡ്, അതുപോലെ ക്രെഡിറ്റ്, സ്പ്ലിറ്റ് പേയ്മെൻറ്റ്. ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വെയിറ്റർ ഒരു ബില്ല് പ്രിപ്പയർ ചെയ്തിട്ട് ടേബിളിൽ കൊടുത്തതിന് ശേഷമാണ് വെയിറ്ററിന് മനസ്സിലാവുകയുള്ളൂ ഇത് ക്യാഷ് ആണോ, കാർഡാണോ, അതോ UPI പേയ്മെൻ്റ് ആണോ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഈ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിലാണ് നമ്മൾ ആദ്യം സെലക്ട് കൊടുക്കുന്നത്. കാരണം വെയിറ്ററിന് അറിയത്തില്ല ഇത് ക്യാഷ് ആണോ, UPI ആണോ, കാർഡാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ആദ്യം ബില്ല് പ്രിന്റ് ചെയ്ത് നമുക്ക് ഈ വെയിറ്റർ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ബില്ല് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ല, ഇവിടെ നമ്മൾ ബില്ല് പ്രിന്റ് ചെയ്തായിട്ട് ഇവിടെ നമുക്കൊരു ഇമേജ് കാണാം. അപ്പോൾ നമ്മൾ ഈ ഓർഡറിനുള്ളിൽ ബില്ല് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ നമ്മൾ ബില്ലെടുത്ത് നമ്മൾ വെയിറ്റർ കൊടുത്തു. അപ്പോഴും ഇവിടെ നമ്മൾ ആ ടേബിൾ ഇപ്പോഴും ഒക്യുപ്പൈഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ വെയിറ്റർ ടേബിളിൻ്റെ അടുത്തോട്ട് പോയിട്ട് ആ കസ്റ്റമർക്ക് ബില്ല് കൊടുത്തു. അപ്പോൾ തിരിച്ച് ഒന്നില്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമർ കൗണ്ടറിൻ്റെ അടുത്ത് വന്നിട്ടായിരിക്കും പേയ്മെൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ വെയിറ്ററിൻ്റെ കയ്യിൽ തന്നെ ക്യാഷ് കൊടുക്കും. അപ്പോൾ കൗണ്ടറിൻ്റെ അടുത്ത് വന്നാലും വെയിറ്ററിന് കൊടുത്താലും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ആ ടേബിൾ നമ്പർ 4 സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ആ ഓർഡർ കാണാം. അതിനുശേഷം ഇവിടെ ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, UPI ആണെങ്കിൽ UPI. ഇപ്പോൾ ക്യാഷ് നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ സേവ് ബില്ല്, ഓൾറെഡി ബില്ല് പ്രിന്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ബില്ല് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സേവ് ബില്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് സേവ് ആയി. ബില്ല് സേവ് ആയപ്പോൾ കണ്ട ആ ഓർഡർ നമ്മൾ കാണുന്നില്ല, പോയി. അപ്പോൾ ഇവിടെ നമ്മൾ ആ ടേബിൾ എംപ്റ്റി ആയി. ഇനി നമ്മളിപ്പോൾ ആ ഓർഡർ നമുക്ക് ബില്ലഡ് ആണ് നമുക്ക് ആ ഓർഡർ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാനേജ് ഓൾ ബിൽസ് ആൻഡ് ഓർഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഡർ നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് ആ ഒരു ഇമേജ് ടിക്ക് പോയിന്റ്, ഗ്രീൻ കളറിൽ ഒരു ടിക്ക് പോയിന്റോട് കൂടി ഇവിടെ മാർക്ക് ചെയ്ത്, കാരണം പേയ്മെന്റ് കളക്ട് ചെയ്ത ബില്ലാണ് അത്. അപ്പോൾ നമുക്കത് സെലക്ട് ഇവിടെ ക്യാഷ് ആണ് കളക്ട് ചെയ്തതെന്ന് നമുക്കറിയാം. ഇങ്ങനെയാണ് നമ്മളൊരു ബാലസ്റ്റ് റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ നമ്മൾ ഒരു KOT പ്രിപ്പയർ ചെയ്ത് അതിന് അനുപാതികമായിട്ടൊരു ബില്ല് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് ഈ രീതിയിലാണ്. താങ്ക് യു വെരി മച്ച്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.